ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മി ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെയാണെങ്കിൽ ദുർഗയാണെങ്കിൽ ഉണ്ണിയോടായിട്ട് പറയുന്നുണ്ട്, നീ എന്താ മോനെ മനസ്സിലാക്കിയിരിക്കേണ്ടത്? ഇങ്ങനെ ജീവിതകാലം മുഴുവൻ മറ്റുള്ളവരെയും ദ്രോഹിച്ച് ഇങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കാനാണോ നിൻ്റെ പുറപ്പാട്? ഇപ്പം തന്നെ ചെയ്ത തെറ്റുകളൊക്കെ ആലോചിക്കുമ്പോൾ അമ്മയ്ക്ക് ഒരുപാട് സങ്കടം തോന്നുന്നുണ്ട്. നീ ഒരു മനുഷ്യനായിട്ടെങ്കിലും പെരുമാറുണ്ണി. എന്തിനാണ് നിൻ്റെ ചേട്ടനെ ഇങ്ങനെ പുറകെ നടന്ന് ദ്രോഹിക്കാൻ നീ നിൽക്കുന്നത്? അവനെ ദ്രോഹിച്ചത് കൊണ്ടൊന്നും നിനക്ക് അവൻ്റെ സ്വത്തുക്കൾ കിട്ടാൻ പോകുന്നില്ല. അല്ലെങ്കിലും അവൻ അധ്വാനിച്ചുണ്ടാക്കുന്ന കാര്യങ്ങളിൽ നീ എന്തിനാണ് അർഹിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ നിന്നെ വളർത്തിയത് ഇങ്ങനൊന്നും അല്ലല്ലോ ഉണ്ണി. നീ നിൻ്റെ അമ്മാവൻ്റെയും നിൻ്റെ പ്രതാപൻ്റെയും ഒക്കെ വാക്ക് കേട്ടിട്ട് നീ വെറുതെ ഇങ്ങനെ വേഷം കെട്ടായിട്ട് നിൽക്കല്ലേ. നിൻ്റെ ഭാര്യ ആണെങ്കിൽ അവളിപ്പോൾ ഭയങ്കരമായിട്ട് ഒരു വൃത്തികെട്ടൊരുത്തിയായിട്ട് മാറിയിരിക്കുകയാണ്. അവളാണെങ്കിൽ നിന്നെ സ്നേഹിക്കുന്നത് പോലില്ല. നിന്നെപ്പോലെ തന്നെ അവൾക്കും സ്വത്തും പണവും തന്നെ മാത്രം മതി. അപ്പോൾ ഉണ്ണിയാണെങ്കിൽ ദുർഗയോട് ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് പിന്നെ എന്തായിരുന്നു ഇത്രയും കാലം വേണ്ടിയിരുന്നത്? സ്വത്ത് തന്നെയല്ലായിരുന്നോ? ഇപ്പം കണ്ണേട്ടനെ അങ്ങ് ഇഷ്ടമായപ്പോൾ എല്ലാ സ്വത്തും അമ്മയുടെ പേരിൽ എഴുതി വെക്കുമെന്ന് അമ്മ മോഹിച്ചിട്ടല്ലേ കണ്ണേട്ടനെ എപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ണിയടുത്താണെങ്കിൽ ദുർഗ പറയുന്നുണ്ട്, നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നും ഞാൻ പറയുന്നില്ല. തെറ്റൊക്കെ ഞാനും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് എത്രയും പെട്ടെന്ന് തിരിച്ചിറങ്ങാനാണ് ഞാൻ നോക്കിയത്. തെറ്റ് ചെയ്താലും തെറ്റ് തിരുത്താനുള്ള അവസരം നമ്മൾക്ക് കിട്ടുമ്പോൾ അത് നമ്മൾ തിരുത്തണം എന്നൊക്കെ പറയുന്നുണ്ട് ദുർഗയാണെങ്കിലും. അപ്പോഴേക്കും ദുർഗ പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ മോൻ ഞാൻ നിന്നേക്കാളും സ്നേഹിച്ചത് ആദ്യം കണ്ണനെ തന്നെയാണ്. നീ ജനിച്ചതിന് കുറേ ശേഷം കഴിഞ്ഞിട്ടല്ല എനിക്ക് കണ്ണനോട് സ്നേഹം തോന്നിയത്. നീ ജനിക്കുന്നതിന് മുന്നേ എന്നെ അമ്മയെന്ന് വിളിച്ചതും എന്നെ സ്നേഹിച്ചതൊക്കെ കണ്ണൻ തന്നെയാണ്. ആ കണ്ണനോട് എനിക്കൊരു വെറുപ്പും ഉണ്ടായിരുന്നില്ല. എൻ്റെ ഏട്ടൻ എന്ന് പറയുന്ന ആ വാമൻ കാരണമാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത്. എന്നാൽ തെറ്റെല്ലാം എനിക്ക് മനസ്സിലാക്കി ഞാൻ തിരുത്താൻ ശ്രമിക്കുകയാണിപ്പോൾ. പക്ഷേ നിന്നോടൊരു കാര്യം പറയാനുള്ളത്, അവൻ്റെ സ്വത്തുക്കൾ മോഹിച്ച നിനക്കിപ്പോൾ ഇപ്പം കിട്ടുന്ന പൈസയും കൂടെ ഇല്ലാതാവും എന്ന് മാത്രമാണ്. നീ വെറുതെ നിൻ്റെ ജീവിതം കളയല്ലേ ഉണ്ണീന്നൊക്കെ ദുർഗയാണെങ്കിൽ ഉണ്ണിയടുത്ത് പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ഉണ്ണിയാണെങ്കിൽ നമ്മുടെ കരുണയായിട്ട് പറയുന്നുണ്ട്, നിൻ്റെ അച്ഛനെയും എല്ലാവരെയും അവിടെ നിന്ന് ദ്രോഹിക്കുകയാണ് ആ മാർക്കോ. നിനക്ക് വേണമെങ്കിൽ കണ്ണനോട് നിസ്സഹായാവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കാം. ഞാൻ എന്തായാലും കണ്ണനോട് പോയി കാല് പിടിക്കുമെന്നൊന്നും നീ വിചാരിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കരുണയാണെങ്കിൽ നേരിട്ട് തന്നെ കണ്ണൻ്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്. കണ്ണേട്ടാ, എനിക്ക് വേറൊരു മാർഗ്ഗവും ഇല്ല. അച്ഛനും കൂടെ എൻ്റെ ജീവിതത്തിൽ ഇല്ലാതായ പിന്നെ എനിക്കൊരു അർത്ഥമില്ല എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ കരുണയാണെങ്കിൽ. അപ്പോൾ എന്തിനാണ് മാർക്കോ ഇങ്ങനെ എൻ്റെ അച്ഛനെ ദ്രോഹിക്കുന്നത്? കണ്ണേട്ടന് എന്തെങ്കിലും ഒരു ക്ഷമ എൻ്റെ അച്ഛനോട് കാണിച്ചൂടെ എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ കരുണയാണെങ്കിൽ. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, ഞാൻ ആരോടും ആരെയും തല്ലാനോ കൊല്ലാനോ ഒന്നും പറഞ്ഞിട്ടില്ല. മാർക്കോ അത് ചെയ്യുന്നത് അവന് ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ്. ഞങ്ങളെ ദ്രോഹിച്ച ഇനിയും ഇതുപോലത്തെ ശിക്ഷ നിൻ്റെ അച്ഛനും നിനക്കുമൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ദുർഗയാണ് പറയുന്നുണ്ട്, ഇവളെ സ്വത്ത് മോഹിച്ചിട്ടാണ്. ആ സ്വത്ത് കേസൊക്കെ നീ പിൻവലിച്ചാൽ മാത്രമല്ലേ കണ്ണാ ഇവൾക്ക് പിന്നെ സ്വത്തൊക്കെ തിരിച്ചു കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇവളിങ്ങനെ കാലുപിടിക്കുന്നത്. നീ ഇവളെ വിശ്വസിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് കണ്ണനോടായിട്ട് ദുർഗയാണെങ്കിൽ. അപ്പോഴാണെങ്കിൽ കരുണ പറയുന്നുണ്ട്, ഞാൻ ആരുടെയും ഒന്നും ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നൊന്നും പറയുന്നില്ല, ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കും ഒരു തെറ്റും തിരുത്തൊക്കെ വേണ്ടേ അമ്മേ? എന്തിനാണ് എപ്പോഴും എന്നെ ഇങ്ങനെ വഴക്ക് പറയുന്നത് അമ്മ എന്നൊക്കെ പറയുന്നുണ്ട്. അമ്മയുടെ കുഞ്ഞിൻ്റെ മകനല്ലേ എൻ്റെ വയറ്റിൽ ഇരിക്കുന്നത്. അമ്മ എന്താ അതുപോലും സംസാരിക്കാതെ ഇങ്ങനെ ഏത് സമയം എന്നെ കുറ്റം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്? അമ്മയ്ക്ക് മഞ്ജുവിനോടും മഹാലക്ഷ്മിയോടൊക്കെ ഭയങ്കര സ്നേഹമാണല്ലോ. അതെന്താ അങ്ങനെ? അമ്മയ്ക്ക് ആദ്യം എന്നെ ആയിരുന്നില്ലേ ഒരുപാട് സ്നേഹം? പക്ഷേങ്കിൽ ഇപ്പം അമ്മ എന്താ ഇങ്ങനെ ഓരോന്ന് രീതിയിൽ പെരുമാറുന്നതെന്നൊക്കെ നമ്മുടെ കരുണയാണെങ്കിൽ ഇങ്ങനെ ദുർഗയോട് ചോദിക്കുന്നുണ്ട്. കരുണയോടും ദുർഗ പറയുന്നുണ്ട്, എനിക്ക് നിന്നോടൊന്നും തന്നെ പറയാനില്ല. എൻ്റെ മകനെ ആരെനി വേദനിപ്പിച്ചാലും എനിക്ക് അവരോടൊക്കെ വെറുപ്പ് തന്നെയായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മാർക്കോ ആണെങ്കിൽ പ്രതാപനെയും നമ്മുടെ വാമനെയും നല്ല പോലെ തല്ലി ചതയ്ക്കുന്നുണ്ട്. അത് നമ്മുടെ കണ്ണന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്രതാപനാണെങ്കിൽ വാമൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നമ്മുടെ കണ്ണൻ്റെ അച്ഛനെ കൊന്നുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കോയ്ക്ക് അതങ്ങനെ തീരെ പിടിക്കാത്തതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് തന്നെ നമ്മുടെ പ്രതാപനെയും വാമനെയും നല്ല രീതിക്ക് തല്ലി ഓടിക്കുന്നുണ്ട്, കാലും കൈയൊക്കെ. ഇനി എന്തായാലും കണ്ണൻ സാറ് വീൽ ചെയറിലല്ല എന്നുള്ള കാര്യം നിങ്ങൾ ആരോട് വേണമെങ്കിലും പറഞ്ഞു. കാരണം കണ്ണൻ സാർ ഇപ്പോൾ ജീവിക്കുന്നത് കണ്ണൻ സാറ് എഴുന്നേറ്റ് നടന്നത് കൊണ്ട് തന്നെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് ശേഷമാണെങ്കിൽ പ്രതാപൻ പറയുന്നുണ്ട്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നത് മാർക്കോ? ഈ അടിയൊക്കെ ഒന്ന് നിർത്തുക. സത്യം പറഞ്ഞാൽ എനിക്ക് താങ്ങാൻ കഴിയുന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ട് മാർക്കോ ഒരു ഇതുമില്ലാതെ നമ്മുടെ പ്രതാപനെയും വാമനെയും തല്ലി ഓടിക്കുന്നുണ്ട്. എന്ത് ചെയ്യാനാണെന്ന് പോലും അറിയാതെ പ്രതാപനും വാമനും ആ അടി മൊത്തം കൊള്ളുന്നുണ്ട്. പോലീസുകാരൻ്റെ കയ്യിൽ നിന്നും കിട്ടിയതിനേക്കാളും കൂടുതലാണ് ഇപ്പം മാർക്കോയുടെ കയ്യിൽ നിന്ന് അവർക്ക് കിട്ടുന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നുണ്ട്. ഇനിയെങ്കിലും തെറ്റ് ചെയ്യാതിരിക്കാൻ നിങ്ങൾ പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് മാർക്കോ നല്ല
രീതിക്ക് തന്നെ അടിച്ചൊതുക്കുന്നുണ്ട് പ്രതാപനെയും വാമനെയൊക്കെ ആണെങ്കിൽ. അങ്ങനെയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്.